ഹലോ, ഇത് കുറഞ്ഞ ഓയിലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഡ്രൈ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി റെസിപ്പിയിലോട്ട് പോയാലോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് ഉപ്പ്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ഒരു ചെറിയൊരു തക്കാളി, ഒരു ചെറിയ സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ബീഫൊക്കെ വെന്ത് വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. എന്നാൽ ചൂടായി വരുമ്പോൾ വെന്ത് വന്നിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ബീഫിൽ നിന്ന് ഉണ്ടായ വെള്ളമാണ് കേട്ടോ. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് വിറകടുപ്പിൽ ഇരുമ്പ് ചട്ടിയിലിട്ട് ഡ്രൈ ആക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഓഫ് ചെയ്തെടുക്കുകയാണ്. കുറച്ചുകൂടെ ഡ്രൈ ആവണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്